എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റ് ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ അറിയാത്ത ഒരു കാര്യം ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ ചാരനിറത്തിലുള്ള പ്രാവിനെ പൈലായി സ്വീകരിച്ചവരുടെ രീതിയിലേക്ക് ആദ്യം തന്നെ പോകാം. നിങ്ങൾ അറിയാത്ത ഒരു കാര്യം ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ആ വ്യക്തി ഒരു കാര്യം ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ആ വ്യക്തി എന്നെന്നും സ്നേഹിക്കുമോ എന്നുള്ള കാര്യത്തിൽ ആ വ്യക്തിക്ക് ഒരു സംശയമുണ്ട്. അത് നിങ്ങളോട് ആ വ്യക്തി പറഞ്ഞിട്ടില്ല. കാരണം ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾ മറ്റുള്ള ആളുകളുമായിട്ട് സ്നേഹബന്ധത്തിൽ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ സംസാരിക്കുമ്പോൾ, നിങ്ങൾ മറ്റുള്ള ആളുകളുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, എന്നെ വിട്ടേച്ച് പോകുമോ? കാരണം ഞാൻ സൗന്ദര്യം, ധനം, മൂല്യങ്ങൾ കുറവുള്ള ഒരാളാണെന്നുള്ളൊരു ചിന്ത, ഒരു വ്യക്തിയാണെന്നുള്ളൊരു ചിന്ത ആ വ്യക്തിയിലുണ്ടാകുന്നു. അതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തി ചിന്തിക്കുന്നത് എന്നെ ഇട്ടേച്ച് പോകുമോ, അല്ലെങ്കിൽ എന്നോട് സ്നേഹം കാണിക്കാതിരിക്കുമോ, എന്നോട് താല്പര്യം കാണിക്കാതിരിക്കുമോ എന്നുള്ള ഒരു ചിന്ത ആ വ്യക്തിയിലുണ്ടാകുന്നു. ആ വ്യക്തി അതിനെ അനുസൃതമായി നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ, മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ, മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒക്കെ ആ വ്യക്തിക്ക് ഒരു അപകർഷതാബോധം തോന്നുന്നു. അത് നിങ്ങളോട് പ്രകടിപ്പിക്കുന്നില്ല. പലപ്പോഴും വേറെ പല ദേഷ്യമായിട്ടൊക്കെ നിങ്ങളോട് ആ വ്യക്തി അത് പ്രകടിപ്പിക്കുമായിരിക്കും. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ അത് വിഷമമായിട്ട് മാറുകയാണ്. കാരണം എന്നെ വിട്ടേച്ച് എൻ്റെ വ്യക്തി പോകുമോ എന്നുള്ള ചിന്ത ആ വ്യക്തിക്കുണ്ടാകുന്നു. നിങ്ങളുടെ മനസ്സിൽ ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്തയില്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു മോഹമില്ല. പക്ഷെ ആ വ്യക്തിയുടെ കഴിവിൻ്റെ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സൗന്ദര്യത്തിൻ്റെ, ആ വ്യക്തിയുടെ അറിവിൻ്റെയൊക്കെ ഒരു രീതിയിൽ ആ വ്യക്തി അങ്ങനെ സംശയിക്കുന്നുണ്ട്. എന്നേക്കാൾ കഴിവുള്ള ആരെങ്കിലും ലഭിച്ചാൽ, അല്ലെങ്കിൽ എന്നേക്കാൾ മൂല്യമുള്ള ഒരാളെ വെച്ചാൽ നിങ്ങൾക്ക് ആ വ്യക്തിയോട് സ്നേഹം കുറയുമോ എന്ന് ആ വ്യക്തി സംശയിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയില്ല. പക്ഷേ ആ വ്യക്തിയെ ചില ആളുകൾ തെറ്റായ ഒരു ബോധ്യം വരുത്തുന്നുണ്ട്. നിൻ്റെ വ്യക്തി നിന്നെ ഇട്ടുകൊണ്ട് പോകും, അല്ലെങ്കിൽ അവനോ അവളോ അവർക്ക് വേറെ ആരെങ്കിലും വരും, നീ കഷ്ടിച്ച് ഇങ്ങനെ നിൽക്കുന്നുവെന്ന് മാത്രമുള്ളൂ എന്നുള്ള പോലെ ചിന്തകൾ നിങ്ങളുടെ വ്യക്തിയിലേക്ക് ചില ആളുകൾ കൊടുക്കുന്നുണ്ട്. അവരത് ബോധപൂർവമാണ് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിഷമിപ്പിക്കുക, അങ്ങനെ നിങ്ങളുടെ ബന്ധത്തിൻ്റെ മാധുര്യം കുറയുക. അപ്പോൾ കുറേ നാളായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാകുന്ന ചില വിയോജിപ്പുകളും ദേഷ്യവും ചില പിണക്കങ്ങളും നിങ്ങളെ സംശയിപ്പിച്ചേക്കാം. ചില ആളുകൾ ഉണ്ടാക്കുന്നതാണത്, ചില ആളുകൾ സംശയിപ്പിക്കുന്നതാണ്. പക്ഷേ അത് യാഥാർത്ഥ്യമല്ല. നിങ്ങൾ തുറന്ന് സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ബോധ്യം ലഭിക്കുന്നതാണ്. ആയിട്ട് രണ്ടാമത്തെ ഫയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ പലപ്പോഴും സംശയിക്കുന്നുണ്ട്. എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നില്ല, എൻ്റെ കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നില്ല, എനിക്ക് വേണ്ടി വാദിക്കുന്നില്ല. അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ട്, നിങ്ങൾക്ക് ഭയമുണ്ട്. നിങ്ങൾക്ക് നൽകുന്ന സ്നേഹം കുറവാണ്, എന്നെ കൃത്യമായിട്ട് പരിഗണിക്കുന്നില്ല, എന്നെ പരിഗണിക്കേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല. അങ്ങനെ പല സംശയങ്ങളും പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലൂടെ എപ്പോഴും പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും പരാതി വരാറുണ്ട്. എന്നെ എന്തുകൊണ്ട് എൻ്റെ വ്യക്തി പരിഗണിക്കുന്നില്ല, എന്നെ എന്തുകൊണ്ട് ആ വ്യക്തിക്ക് പരിഗണിച്ചുകൂടാ, ഞാൻ എത്ര ഇഷ്ടത്തിലാണ് ആ വ്യക്തിയെ പരിഗണിക്കുന്നത്, എന്തുകൊണ്ട് എന്നോട് സ്നേഹം കാണിക്കുന്നില്ല. ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങളറിയാത്തൊരു കാര്യമാണ്. പലപ്പോഴും നിങ്ങളോട് അമിതമായി പ്രകടിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ആ വ്യക്തി ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ്. അത് വിയോജിപ്പല്ല, ആ വ്യക്തിയുടെ ഒരു ശൈലി മാത്രമായിട്ട് നമുക്ക് കരുതാം. യഥാർത്ഥത്തിൽ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്ന, നിങ്ങൾ ഉദാഹരിക്കുന്ന മറ്റ് ചിലർക്ക് അവരുടെ ആളുകളോടുള്ള, വ്യക്തികളോടുള്ള അതിനേക്കാൾ എത്രയോ ആത്മാർത്ഥത നിങ്ങളോടുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ ചിലർ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തിൽ. യഥാർത്ഥത്തിൽ അവർക്കറിയാം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നതിനെക്കുറിച്ച് അവർക്ക് കൃത്യമായിട്ടറിയാം. അവരാഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളോടുള്ള സ്നേഹം കണ്ടിട്ട് യഥാർത്ഥത്തിൽ നിങ്ങളെ പിന്തിരിപ്പിക്കുന്ന ആളുകൾ അസൂയപ്പെട്ടിട്ടുണ്ട്. എന്നെന്നും നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ശൈലികളിലെ വ്യത്യാസങ്ങൾ, ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങളുടെ വ്യത്യാസങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ
നിങ്ങളെ ചിലർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയമേവ തോന്നുന്ന ചില കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തി. ആ വ്യക്തിക്ക് നിങ്ങളെ കൂടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങളെ എന്നെന്നും സ്നേഹിച്ച് എന്നെന്നും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ് ആ വ്യക്തി. ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾ അറിയേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. ആ സ്നേഹം മനസ്സിലാക്കാത്തടത്തോളം കാലം നിങ്ങൾക്ക് ആ വ്യക്തിയെ അറിയാൻ കഴിയില്ല, നിങ്ങൾക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ ഒട്ടും അറിയാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ ആ വ്യക്തിയുടെ ആഴത്തിലുള്ള സ്നേഹത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല. നിങ്ങളത് അറിയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾ വൃഥാ ചില ആളുകൾ പറയുന്നത് കേട്ട് ചിന്തിക്കുന്നു, ചില ആളുകൾ പറയുന്നതായിട്ട് പ്രവർത്തിക്കുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിലുള്ള ആ വ്യക്തിയുടെ ആത്മാർത്ഥതയെക്കുറിച്ച് നിങ്ങൾ ഒറ്റക്കൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങളെ സഹായിച്ചതിനെക്കുറിച്ച് നിങ്ങൾ ഒറ്റക്കൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. നിങ്ങളതിനെക്കുറിച്ച് ചിന്തിക്കാതെ, നിങ്ങളതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ കടന്നു പോകുമ്പോൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആളുകൾ വരും. അതാണ് സംഭവിക്കുന്നത്. നിങ്ങളത് അറിയുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.